ഹായ് ഹലോ സെലിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു മുട്ട വരിഞ്ഞ് പൊരിച്ചത് ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിൽ ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ ടൈമില്ലാത്ത സമയത്തൊക്കെയാണ് ഗസ്റ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ല റെസിപ്പിയും കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് വേണ്ടത് അത്രയും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം ഒരു പുഴുങ്ങിയ മുട്ട നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. സൈഡിലൊക്കെ ആയിട്ട് വരഞ്ഞു കൊടുക്കുക, എങ്കിൽ മാത്രമേ ഈ മസാലയൊക്കെ അതിലേക്ക് നല്ലതുപോലെ പിടിക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനി എരിവുള്ള മുളക് പൊടി ആയാലും കുഴപ്പമില്ല, കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ലൊരു കളറും കിട്ടും, അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാവും. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ എടുക്കുന്ന മുട്ടയ്ക്കനുസരിച്ച് വേണം ഇവിടെ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാടിട്ട് കൈയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കരുതിട്ട്, കാരണം പുഴുങ്ങിയ മുട്ട ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളഭാഗമൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, അതിൽ മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കരുത് കേട്ടോ, കാരണം ഒരുപാട് ഒഴിച്ചാൽ ആ ഒരു മുട്ടയുടെ മസാലയൊക്കെ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് പോവുകയും ചെയ്യും, മുട്ടയിലേക്ക് മസാല ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് പെരിഞ്ജീരകം കുറച്ച് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു പെരിഞ്ജീരകം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാനും അതും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. ഇതിലൊരു മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒരു നല്ലതുപോലെ ഫ്രൈ ആയി വരുന്ന നമുക്ക് കാണാം, അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നത് കാണാം. അപ്പം നമുക്കിതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴിമുട്ടയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സ്കൂൾ വിടുന്ന ടൈമിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. മാത്രമല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങിയത് ഇഷ്ടമില്ല എന്നിട്ടവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മസാലയൊക്കെ ആക്കി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്